ഇന്നലെ നമ്മൾ കേട്ടത് ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ്. ഇന്നും പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ള അറിവ് അതെനിക്ക് വളരെ ആഴത്തിൽ ബോധ്യമായിട്ട് വലിയൊരു ബോധ്യമായി. അത് ഞാൻ രാവിലെ അത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണ ഒരു പ്രെയർ നടത്തിയപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. കാരണം ഇത്രയും നാൾ നീ എന്ത് പ്രാർത്ഥനയാണ് ചെയ്തതെന്നുള്ളൊരു മട്ടിൽ അത് എനിക്ക് നല്ലൊരു ബോധ്യമായി. പിന്നെ കടപ്പത്രം തിരികെ എടുത്തുകൊണ്ട് പോകുന്ന ആ ഗാനം എന്നെ വല്ലാതെ സ്പർശിച്ചു. പിന്നെ വിശ്വസിക്കുന്നവരിൽ ഈശോ പൂർണ്ണമായിട്ടാണ് വസിക്കുന്നത് എന്നുള്ള ചിന്ത എനിക്ക് വളരെയധികം സ്വാധീനിച്ചു. എന്നെ പാർഷ്യലായിട്ടല്ല, ഈശോ പൂർണ്ണമായിട്ടും വസിക്കുന്നു എന്ന്. ഇൻഫിനിറ്റ് അതെനിക്ക് വളരെ ഭയങ്കര ഇഷ്ടമായി അത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ എത്ര ചെറുതാണെങ്കിലും നമ്മളെത്ര പേരുണ്ടെങ്കിലും ഈശോയുടെ സ്നേഹം, ഈശോയുടെ ആ രക്ഷയുടെ അനുഭവം ഇൻഫിനിറ്റായിട്ടാണ് നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്നുള്ളത് എനിക്ക് പുതിയൊരു അറിവായിരുന്നു. നമ്മൾ ദൈവ മക്കളാണെന്നുള്ള അവബോധമാണ് ജ്ഞാനം. അതെനിക്ക് ബോധ്യമായി. വിധിയിൽ വീഴാതെ അവനെ ഞാൻ അന്തിമ ദിവസം ഉയർപ്പിക്കും. ആ ഗാനത്തിൻ്റെ ഈ വരിയുടെ ശരിയായ അർത്ഥം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ നിത്യം പരിപാലിക്കുന്ന ദൈവം, അത് നിത്യതയിലേക്കുള്ള പരിപാലന എന്നുള്ളത് വലിയൊരു തിരിച്ചറിവായിട്ട് എനിക്ക് കിട്ടി ഇന്നത്തെ ക്ലാസ്സിൽ കൂടെ. ഇത്രയാണ് എനിക്ക് കിട്ടിയ അറിവുകൾ. പിന്നെ സാത്താൻ സൃഷ്ടി മാത്രമാണ്, ദൈവം സൃഷ്ടാവാണ്. സാത്താനെ ഒരു തരി പോലും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ള ആഴമായ ബോധ്യം കിട്ടി. താങ്ക് യു.